السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഇസ്ലാം സമ്പൂർണ്ണമാണ്, മാനവികമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണപാനീയങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യത്തിന് ആവശ്യമായ നല്ല ഭക്ഷണങ്ങൾ കഴിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം. ജനങ്ങളെ, ഭൂമിയിലുള്ളതിൽ നിന്ന് അനുവദിക്കപ്പെട്ടതും ഉത്കൃഷ്ടമായതും നിങ്ങൾ ഭക്ഷിക്കുക. സത്യവിശ്വാസികളെ, നാം നിങ്ങൾക്ക് നൽകിയ നല്ല വിഭവങ്ങളിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുകയും അല്ലാഹുവിനോട് നന്ദി കാണിക്കുകയും ചെയ്യുക. സമുദ്രത്തിലെ വിഭവങ്ങളും വിശുദ്ധ ഖുർആൻ ഭക്ഷണമായി അനുവദിക്കുന്നുണ്ട്. നിങ്ങൾക്കും മറ്റു യാത്രക്കാർക്കും ജീവിത വിഭവമായി അനുഭവിക്കുന്നതിന് വേണ്ടി കടലിലെ വേട്ടവസ്തുക്കളും അതിലെ ഭക്ഷണവും അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങളെക്കുറിച്ചും പഴവർഗ്ഗങ്ങളെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. പിന്നെ ഭൂമിയെ താൻ പിളർത്തി, എന്നിട്ട് അതിൽ ധാന്യങ്ങളും മുന്തിരികളും പച്ചസസ്യങ്ങളും ഒലീവുകളും ഈന്തപ്പനകളും ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും പഴങ്ങളും കാലിത്തീറ്റയും നാം മുളപ്പിച്ചു. നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയാണ് നാം ഇതെല്ലാം മുളപ്പിച്ചത്. അതേസമയം നിഷിദ്ധമാക്കപ്പെട്ട ഭക്ഷണത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നതായി കാണാം. ശവം, രക്തം, പന്നിമാംസം, അല്ലാഹു അല്ലാത്തവരുടെ നാമം ഏതിൽ ഉച്ചരിക്കപ്പെട്ടുവോ അത്, ശ്വാസം മുട്ടിയോ അടിയേറ്റോ വീഴ്ച മൂലമോ ചത്തത്, മറ്റു മൃഗങ്ങൾ കുത്തിക്കൊന്നത്, ഹിംസ്രജന്തുക്കൾ കൊന്ന് അല്പം ഭക്ഷിച്ചത്, ഇവയെല്ലാം തിന്നുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. എന്നാൽ ജീവനോടെ നിങ്ങൾ അറുത്തത് ഇതിൽ നിന്നൊഴിവാകുന്നു. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകൾ. ഇനി ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്നും അതിൻ്റെ മര്യാദകളെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണ രീതിയിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ കഴുകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭക്ഷണത്തിലെ ഐശ്വര്യം മുമ്പ് കൈ കഴുകലും ശേഷം കൈ കഴുകലുമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകൽ ചെയ്താൽ കയ്യിലുള്ള അണുക്കളും അഴുക്കുകളും ഭക്ഷണത്തോടൊപ്പം വയറ്റിലേക്ക് പോകുന്നതിനെ തടയാനും ആരോഗ്യം സംരക്ഷിക്കാനും അങ്ങനെ രോഗങ്ങൾ ഇല്ലായ്മ ചെയ്യാനും സഹായകമാകുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവൻ അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിക്കട്ടെ. ഇനി അവൻ അല്ലാഹുവിൻ്റെ നാമം ആദ്യത്തിൽ ഉച്ചരിക്കാൻ മറന്നാൽ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് ചൊല്ലട്ടെ. വലത് കൈകൊണ്ട് ഭക്ഷിക്കുക. ഉമർ ഇബ്നു അബി സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങൾ എന്നോട് പറഞ്ഞു, നിന്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുക എന്ന്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നിശ്ചയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങളിലൊരാളും തൻ്റെ ഇടതൈ കൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത്. തീർച്ചയായും പിശാചാണ് ഇടത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കില്ല. കമിഴ്ന്ന് കിടന്ന് ഭക്ഷണം കഴിക്കരുത്. സാലിം റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിൽ നിന്നും ഉദ്ധരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു, ഒരാൾ കമിഴ്ന്ന് കിടന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയിരിക്കുന്നു. പാനീയത്തിൽ ഊതാൻ പാടില്ല. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാത്രത്തിലേക്ക് ശ്വാസം വിടുന്നതിനെ വിരോധിച്ചിട്ടുണ്ട്. ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ പറഞ്ഞു, അല്ലാഹുവിൻ്റെ ദൂതരെ, ഞങ്ങൾ ഭക്ഷിക്കാറുണ്ട്, എന്നാൽ വയറ് നിറയാറില്ല. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഒറ്റക്കാണോ ഭക്ഷിക്കാറുള്ളത്? അവർ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിന്മേൽ സംഘടിക്കുക, ബിസ്മി ചൊല്ലുകയും ചെയ്യുക, എങ്കിൽ നിങ്ങൾക്കതിൽ ബറക്കത്ത് ലഭിക്കും. കൂട്ടമായിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതിൽ ബർക്കത്തുണ്ടാകുമെന്നാണ് ഈ സംഭവത്തിലൂടെ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്.
ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുന്നതിൻ്റെ ചില മര്യാദകൾ. തൻ്റെ അടുത്തുള്ള ഭാഗത്തു നിന്ന് ഭക്ഷിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഭക്ഷണപാത്രം വെക്കപ്പെട്ടാൽ തൻ്റെ അടുത്തുള്ള ഭാഗത്തു നിന്ന് ഭക്ഷിക്കട്ടെ, തൻ്റെ കൂടെയിരിക്കുന്നവൻ്റെ മുന്നിൽ നിന്നും വാരിത്തിന്നരുത്. കൂടെ ഭക്ഷണം കഴിക്കുന്നവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കാതിരിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഭക്ഷണത്തളിക വെക്കപ്പെട്ടാൽ അത് ഉയർത്തപ്പെടുന്നതുവരെ ഒരാളും എഴുന്നേൽക്കരുത്, കൈ ഉയർത്തുകയും അരുത്. ജനങ്ങൾ തീറ്റ നിർത്തുന്നതിന് മുമ്പ് അവൻ്റെ നിറഞ്ഞാൽ പോലും അപ്രകാരം ചെയ്യരുത്. അവൻ ക്ഷമിക്കട്ടെ, കാരണം അങ്ങനെ എഴുന്നേറ്റ് പോയാൽ അത് തൻ്റെ കൂടെയുള്ളവനെ ലജ്ജിതനാക്കും. അപ്പോൾ അവൻ അത് ആവശ്യമുള്ള അവസ്ഥയിൽ തന്നെ തൻ്റെ കൈ വലിക്കലും. ഭക്ഷണത്തെ കുറ്റം പറയരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി തങ്ങൾ ഒരിക്കലും ഭക്ഷണത്തെ കുറ്റം പറഞ്ഞിരുന്നില്ല. ഇഷ്ടപ്പെട്ടാൽ ഭക്ഷിക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കും. ഭക്ഷണശേഷം പാത്രം നക്കിത്തുടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും പിഞ്ഞാണത്തിൽ ഭക്ഷിക്കുകയും എന്നിട്ടത് നക്കിത്തുടച്ച് തിന്നുകയും ചെയ്താൽ പിഞ്ഞാണം അവന് വേണ്ടി പാപമോചനം തേടും. ഭക്ഷണശേഷം വിരലുകൾ നക്കുക. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിച്ചാൽ തൻ്റെ വിരലുകൾ 3 തവണ നക്കാറുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചാൽ ചൊല്ലേണ്ടത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി തങ്ങൾ സുപ്ര എടുത്തു മാറ്റിയാൽ ഇങ്ങനെ പറയുണ്ടായിരുന്നു, അല്ലാഹുവിനാണ് സ്തുതിയെല്ലാം, സംശുദ്ധവും എന്നെന്നും അത്യുഗ്രഹവുമായ അനേകം സ്തുതി. അവൻ്റെ അനുഗ്രഹം നിരസിക്കപ്പെടുന്നതല്ല, ഭക്ഷിക്കപ്പെടുന്നതുമല്ല, അവനെ ആശ്രയിക്കാതെ കഴിയുന്നതുമല്ല. അവനാണ് ഞങ്ങളുടെ രക്ഷിതാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണത്തിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഭക്ഷിക്കാൻ അല്ലാഹു ഇവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഹലാലായ സമ്പത്ത് ലഭിക്കുവാനും ഹറാമായ സമ്പത്തിനെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.